എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 അവസാന സിനിമകളായി ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വിലക്കുറവിൽ നെറ്റ്ഫ്ലിക്സ് വേണം? ആമസോൺ പ്രൈം വീഡിയോസ് വെറും 199 രൂപ, 6 മാസ കാലാവധി. നെറ്റ്ഫ്ലിക്സ് വെറും 149 രൂപയ്ക്ക്, ഹോട്ട്സ്റ്റാർ 99 രൂപയ്ക്ക്, C5 സോണി ലൈവ് യൂട്യൂബ് പ്രീമിയം എല്ലാം ഇൻസൈഡ് ഹബിലൂടെ മാത്രം. കൂടുതൽ അറിയാനും പർച്ചേസ് ചെയ്യാനും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും. ആദ്യത്തെ അപ്ഡേറ്റ് സൂക്ഷ്മദർശിനി എന്ന സിനിമയെക്കുറിച്ചാണ്. ബേസിൽ ജോസഫ്, നസ്രിയ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി 2024 മികച്ച വിജയം നേടിയെടുത്ത ക്രൈം സസ്പെൻസ് ത്രില്ലർ മലയാളം സിനിമയാണ് സൂക്ഷ്മദർശിനി. നേരത്തെ HD പ്രിന്റ് ലീക്കാക്കപ്പെട്ട സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. MC ജിതിൻ സംവിധാനം ചെയ്ത് കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ C5 ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ജനുവരി 10 C5 വഴി OTT റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അടുത്ത അപ്ഡേറ്റ് ആനന്ദ് ശ്രീബാല എന്ന സിനിമയെക്കുറിച്ചാണ്. അർജുൻ അശോകൻ നായകനായി ഷൈജു കുറുപ്പ്, അപർണദാസ് തുടങ്ങിയവർ പ്രധാന റോളെത്തി ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയെടുത്ത മറ്റൊരു മലയാളം സിനിമയാണ് ആനന്ദ് ശ്രീബാല. വിഷ്ണു വിനയ് സംവിധാനം ചെയ്ത സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. മിസ്റ്ററി സസ്പെൻസ് ത്രില്ലർ ജോണറിൽ കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ജനുവരി മാസം പകുതിയോടെ മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ബേബി ജോൺ എന്ന സിനിമയെക്കുറിച്ചാണ്. വരുൺ ധവാൻ, കീർത്തി സുരേഷ് തുടങ്ങിയവർ പ്രധാന റോളെത്തി ക്രിസ്മസ് സ്പെഷ്യലായി തിയേറ്ററുകളിലേക്ക് എത്തി മോശം റെസ്പോൺസുകൾ നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് ബേബി ജോൺ. തെറി എന്ന തമിഴ് സിനിമയുടെ റീമേക്ക് കൂടിയാണ് ബേബി ജോൺ. കലി സംവിധാനം ചെയ്ത് ആക്ഷൻ ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങിയ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ജനുവരി മാസം അവസാനത്തോടെ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. ഇനി ന്യൂ ഇയർ സ്പെഷ്യൽ OTT റിലീസ് സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പഞ്ചവത്സര പദ്ധതി എന്നാണ് ആദ്യത്തെ സിനിമയുടെ പേര്. പ്രേംലാൽ സംവിധാനം ചെയ്ത് സിജു വിൽസൺ നായകനായി ഏപ്രിൽ മാസം പുറത്തിറങ്ങിയ മലയാളം സിനിമയാണ് പഞ്ചവത്സര പദ്ധതി. തിയേറ്ററിൽ ചിത്രം ഫ്ലോപ്പായിരുന്നു. കോമഡി ഡ്രാമ ജോണറിലെത്തിയ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം ഇപ്പോൾ മനോരമ മാക്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ചിത്രം ഡിസംബർ 31 ഇന്ന് രാത്രി 12 മണിക്ക് മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് പണി എന്ന സിനിമയെക്കുറിച്ചാണ്. ജോർജു ജോർജ് നായകനായി ജോർജു ജോർജ് എന്ന സംവിധാനം ചെയ്ത് ഒക്ടോബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത ആക്ഷൻ ക്രൈം ത്രില്ലർ മലയാളം സിനിമയാണ് പണി. സാഗർ സൂര്യ, ജുനൈസ് തുടങ്ങിയവരും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സോണി ലിവ് നേരത്തെ തന്നെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം പുറത്തു വരുമ്പോൾ ജനുവരി 10 ചിത്രം സോണി ലിവ് വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ സോണി ലിവ് വഴി OTT റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കാത്തിരിക്കാം സിനിമയുടെ OTT റിലീസിനായി. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയെക്കുറിച്ചാണ്. ഹനീഫ് അദേനി സംവിധാനം ചെയ്ത് ഉണ്ണി മുകുന്ദൻ നായകനായി ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ വയലൻസ് ത്രില്ലർ സിനിമയായി ക്രിസ്മസ് സ്പെഷ്യലായി പുറത്തിറങ്ങിയ മലയാളം സിനിമയാണ് മാർക്കോ. ബോക്സ് ഓഫീസിലും ചിത്രം വൻ തരംഗമായി മാറിയിരുന്നു. 100 കോടി റേഞ്ചിലേക്ക് ഗ്രോസ് കളക്ഷൻ എത്തിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ ഞെട്ടിക്കുന്ന OTT അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ സിനിമയുടെ HD ഹിന്ദി പതിപ്പ് എൻത്യൂസൻ പൈറസി വെബ്സൈറ്റ് വഴി ലീക്കായി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നേരത്തെ തമിഴ് സിനിമകളുടെ HD പ്രിന്റ് മാത്രമായിരുന്നു ലീക്കാവുന്നത്. ഇപ്പോഴത്തെ സൂക്ഷ്മദർശിനിക്ക് ശേഷം മാർക്കോയും എൻത്യൂസൻ പൈറസി വഴി ലീക്കായിരിക്കുകയാണ്. സിനിമയുടെ OTT അവകാശങ്ങൾ ഇതുവരെ ആരും തന്നെ സ്വന്തമാക്കിയിട്ടില്ല. ഹോട്ട്സ്റ്റാറുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഈ ജനുവരി മാസം തന്നെ മാർക്കോയുടെ OTT റിലീസ് ഉണ്ടാകുമെന്ന് ഉറപ്പായി. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.